ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ വളരെ കുറച്ച് ആളുകളുള്ളൂ. നമുക്ക് ഒരുപാട് പേരോട് ഇഷ്ടമുണ്ട്, ഒരുപാട് പേരോട് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമ്മളെ നമ്മളായിട്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറച്ച് ആളുകളുള്ളൂ. നമ്മൾക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകളെ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ശരിക്ക് ഇതൊരു കോട്ടനായിട്ട് പറയാൻ പറ്റും. ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ കഷ്ടപ്പെടുത്തരുതെന്ന്. ആ ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മളെ അനിയനോ നമ്മളെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ നമ്മളെ ഭാര്യയെ, ഇവരായിട്ട് നമ്മളൊരു ട്രിപ്പ് പോവുകയാണെന്ന് സങ്കല്പിക്കുക. ട്രിപ്പ് പോയി കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അവരെന്തെങ്കിലും മറന്നത്. അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ മറന്നു വെച്ചൊന്ന് സങ്കല്പിക്കുക. ആ മൊബൈൽ മറന്നു വെച്ചതിന് വീണ്ടും വീട്ടിൽ വന്ന് ആ മൊബൈൽ എടുത്തു കൊണ്ടുപോകണം. നമ്മൾ എത്ര വഴക്ക് പറയും അവരെ, എത്ര ചീത്ത പറയും, ഒരു ശ്രദ്ധയില്ല, ഒന്നിലൊരു ശ്രദ്ധയില്ല. നമുക്ക് പറയാൻ ബാക്കി ഒന്നും ഉണ്ടാവില്ല. അത്രത്തോളം നമ്മൾ അവരെന്ത് ചെയ്യും, ഹരാസ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ആ ട്രിപ്പ് തന്നെ മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ കുറച്ച് കൂട്ടുകാരെ കൂടെയാണ് നമ്മൾ യാത്ര പോകുന്നതെന്ന് സങ്കല്പിക്കുക. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 20 കിലോമീറ്റർ അപ്പുറം പോയാലും എന്തെങ്കിലും അവർ മറന്നു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അത് എടുത്തു കൊടുക്കാൻ നമ്മളാണ് മുന്നിൽ നിൽക്കുക. എന്താ, ഒരു കുഴപ്പമില്ല, നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും നമ്മളുടെ ട്രിപ്പ് പോകും. ഇവിടെ സംഭവിക്കുന്നത്, ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ വെറുപ്പിക്കുകയാണ്, കഷ്ടപ്പെടുത്തുകയാണ്. ഇതിനൊരു ചേഞ്ച് വരണം എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ആരും ചേഞ്ച് വരുത്തുന്നില്ല.